കാത്തിരിക്കുന്നത് ആ സ്വപ്നതുല്യമായ നിമിഷത്തിനാണ്, കപ്പ് ഉയർത്തുന്ന നിമിഷത്തിനാണ്. ഇന്ത്യയുടെ പെൺപുലികൾ, പെൺകടുവകൾ എന്തു വേണമെങ്കിലും വിളിക്കാം. കാരണം അത്രയേറെ അഭിമാനകരമായ നേട്ടമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യൻ ടീമിന്റെ ഭാഗമായ സജിനയും മിന്നുമണിയും ഒക്കെ പറഞ്ഞതും ആ സന്തോഷാധിക്യമാണ്. അവർക്കൊപ്പം കളിച്ച അല്ലെങ്കിൽ അവരൊപ്പം കളിച്ചിട്ടുള്ള താരങ്ങളാണ് ഈ കിരീട നേട്ടത്തിന് നമ്മളെ പ്രാപ്തരാക്കിയത്. ഇനി വരുന്ന തലമുറകൾക്ക് കൂടി, ഇനി വരാനിരിക്കുന്ന ക്രിക്കറ്റ് താരങ്ങൾക്ക് കൂടി പ്രചോദനമാകുന്ന തരത്തിലുള്ളൊരു വിജയമാണ്. ആദ്യമായി കന്നി കിരീടമാണ് ഇന്ത്യൻ വനിതാ ടീമിന്. ഇത് ലോകകപ്പ് ഏകദിന കിരീടം. അത് ഇന്ത്യൻ മണ്ണിൽ തന്നെ മുംബൈയിൽ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ ഇന്ന് ആരവമുയരുകയാണ്. അവിടെ നിന്ന് അതിൻ്റെ മാറ്റൊലി ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക്, ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾക്ക് ആവേശകരമാവുന്ന രീതിയിൽ അതിൻ്റെ മാറ്റൊലി കൊള്ളുന്നു. ഈ രാത്രി ഉറങ്ങാതെ ഇന്ത്യ ഇന്ത്യ എന്ന് ഉറക്കെ വിളിക്കുകയാണ് കോടിക്കണക്കിന് മനുഷ്യർ. ഇപ്പോൾ പ്രൈസ് സെറമണി ലേക്ക് കടക്കുകയാണ്. ഏതായാലും ഇത്തവണത്തെ മത്സരത്തിൽ അനിൽ, പ്രൈസിലും പ്രത്യേകതയുണ്ട്. ഏറ്റവും വലിയ സമ്മാനത്തുക കൂടിയാണ് ഈ വനിതാ ടീമിന് ലഭിക്കാൻ പോകുന്നത്, അല്ലേ? തീർച്ചയായും കഴിഞ്ഞ തവണയാണ്, കഴിഞ്ഞ 2020 ലോകകപ്പ് സമയത്താണ് ICC കൂടുതൽ പ്രൈസ് മണി എന്ന തരത്തിൽ വന്നത്. അതിനേക്കാൾ കൂടിയ തുക ഇത്തവണ നൽകുന്ന കാഴ്ചയാണ് കണ്ടത്. വനിതാ ക്രിക്കറ്റിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിൻ്റെ ഇതൊക്കെ തന്നെയായിരുന്നു ICC സമീപകാലത്തൊക്കെ തന്നെ നൽകിയത്. അത് WPL അടക്കമുള്ള ടൂർണമെൻറ്റുകൾ വരുന്നതോടുകൂടി WBL ഒക്കെ തന്നെ വരുന്ന കാഴ്ചയും ബിഗ് ബാഷ് ലീഗിൻ്റെ വനിതാ ടൂർണമെൻറ്റൊക്കെ നടക്കുന്നതോടുകൂടി കൂടുതൽ പ്രചാരം വനിതാ ക്രിക്കറ്റിന് കണ്ടതാണ്. അതിന് വലിയ പിന്തുണ ICCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു. അത് തന്നെയാണ് ഇന്ത്യയിലെ സ്റ്റേഡിയങ്ങളിലും ഇത്തവണ കണ്ടത്. മുൻകാലങ്ങളിലൊക്കെ തന്നെ ഒഴിഞ്ഞ സ്റ്റേഡിയത്തിലാണ്, ഗാലറിക്ക് മുന്നിലാണ് മത്സരങ്ങളെങ്കിൽ ഇത്തവണ എല്ലാ മത്സരത്തിനും വലിയ രീതിയിലുള്ള കാണികൾ എത്തിയിരുന്നു, വലിയ പിന്തുണയുമായി എത്തിയിരുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ടൂർണമെൻറ്റ് എന്നതിനപ്പുറം മറ്റു ടീമുകളുടെ മത്സരങ്ങൾ കാണാൻ പോലും താരങ്ങൾ എത്തിയിരുന്നു എന്നുള്ളത് തന്നെയാണ്. WPL വന്നതോടുകൂടി ഈ താരങ്ങളെയൊക്കെ തന്നെ, മറുനാടൻ താരങ്ങളെ, മറ്റു ടീമുകളുടെ താരങ്ങളെയൊക്കെ തന്നെ ഇന്ത്യക്കാർക്കും സുപരിചിതമാണ്. അവരൊക്കെ തന്നെ ബെയ്ത്ത് മൂണിയും അലീസ ഹേലി അടക്കമുള്ള താരങ്ങളെയൊക്കെ തന്നെ WPLിലൂടെയൊക്കെ തന്നെ കണ്ട് പരിചയിക്കുന്ന താരങ്ങളായതുകൊണ്ട് അവരുടെ മത്സരങ്ങൾ കാണാനും എല്ലാ വേദികളിലും താരങ്ങൾ അല്ലെങ്കിൽ ആരാധകർ എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇന്ത്യയുടെ മത്സരം കൂടിയാവുമ്പോൾ അത് പറയേണ്ട എന്ന തരത്തിലാണ് ഗാലറി നിറയുന്ന കാഴ്ചയാണ് DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ നമ്മൾ ഇന്ന് കണ്ടത്. പ്രത്യേകിച്ച് ഒരു നീലക്കടലായി മാറുന്ന കാഴ്ച അത് ആയിരുന്നു. അത് 2023 ലോകകപ്പിൽ അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ ഇതുപോലെ ഒരു കാഴ്ചയായിരുന്നു. പക്ഷേ അന്ന് ആ വലിയ ക്രൗഡിനെ നിശബ്ദരാക്കി ഓസ്ട്രേലിയ കപ്പടിച്ചെങ്കിൽ അങ്ങനെ ഒരു നിമിഷം ഇനിയുണ്ടാവരുതേ എന്നതാണ് ഓരോ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകനും പ്രാർത്ഥിച്ചത്. അങ്ങനെ ഒരു നിമിഷം ആഗ്രഹിക്കുന്നതല്ല, പ്രത്യേകിച്ച് കാത്തിരുന്ന എല്ലാ മത്സരങ്ങളും ജയിച്ച് ഫൈനൽ തോൽക്കുന്ന കാഴ്ചയാണ് അന്ന് കണ്ടത്. പക്ഷേ ഇത്തവണ അതുണ്ടാകുന്നില്ല. തട്ടിത്തടഞ്ഞ് ആണ് സെമിയിലേക്ക് എത്തിയതെങ്കിൽ പോലും ഇന്ത്യൻ ടീം അവസാന 2 മത്സരങ്ങളിൽ കാഴ്ചവെച്ച പോരാട്ട വീര്യം, പ്രത്യേകിച്ച് സെമിയിലെ ഓസ്ട്രേലിയക്കെതിരായ മത്സരം ചരിത്രത്തിൽ എന്നും ഉണ്ടാവും. ഒരുപക്ഷെ ഈ ലോകകപ്പ് വിജയത്തിൻ്റെ ഈ മത്സരത്തേക്കാൾ എല്ലാവരും ഓർത്തു വയ്ക്കുന്നത് ആ സെമി പോരാട്ടത്തെക്കുറിച്ചായിരിക്കും, സെമി വിജയത്തെക്കുറിച്ചായിരിക്കും. അത് നൽകിയ ആത്മവിശ്വാസം, കരുത്ത്, ഊർജ്ജം ചെറുതൊന്നുമല്ല. അങ്ങനെ ഫൈനലിലേക്ക് വരുന്നു. ദക്ഷിണാഫ്രിക്ക ഓസ്ട്രേലിയയെ അടിച്ചെങ്കിൽ പിന്നെ എന്ത് ദക്ഷിണാഫ്രിക്ക എന്ന തരത്തിലായിരുന്നു ഇന്ത്യൻ താരങ്ങൾ കളിച്ചത്. അതിൻ്റെ ഗുണവും കണ്ടു. ആദ്യം ബാറ്റിങ്ങിലേക്ക് വന്നാൽ സ്മൃതിയും ഷഫാലിയും ദീപ്തിയും ഒക്കെ തന്നെ വലിയ പോരാട്ടം കാഴ്ചവെച്ചു. റിച്ച ഘോഷിൻ്റെ പവർ പാക്കഡ് ബാറ്റിംഗ് കൂടി ആയപ്പോഴാണ് ഇന്ത്യ 7 വിക്കറ്റ് നഷ്ടത്തിൽ 298 എന്ന മികച്ച സ്കോറിലേക്ക് എത്തിയത്. ലോകകപ്പ് ഫൈനലുകളുടെ ചരിത്രത്തിലെ 2ാമത്തെ മികച്ച സ്കോറാണ്. അപ്പോൾ തന്നെ ഇന്ത്യക്ക് വിജയം ഉറപ്പിച്ച പലരെയും കണ്ടു. പക്ഷേ ഇത് മതിയോ എന്ന് സംശയിച്ചവരുണ്ട്. പ്രത്യേകിച്ച് ഈ സ്റ്റേഡിയത്തിൽ ചേസിങ്ങിനാണ് കൂടുതൽ ഗുണം ചെയ്യുക. കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യ പിന്തുടർന്നാണ് ഇതേ സ്റ്റേഡിയത്തിൽ സെമിയിൽ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചത്. ദക്ഷിണാഫ്രിക്കയുടെ ലോറയെ പോലുള്ള വമ്പൻ താരങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇത് മതിയോ എന്ന് സംശയിച്ചവരുണ്ട്. പക്ഷേ ഇന്ത്യ നിർണായക ഘട്ടങ്ങളിൽ വിക്കറ്റ് വീഴ്ത്തി കളി പിടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതിൽ അമൻജോതിൻ്റെ റണ്ണൌട്ടും ക്യാച്ചും, ദീപ്തി ശർമ്മയുടെ 5 വിക്കറ്റ് പ്രകടനവും, ഷഫാലിയുടെ പാർട്ട് ടൈം സ്പിന്നറായി വന്നിട്ടുള്ള ആ 2 വിക്കറ്റും ഒക്കെ തന്നെ ഉൾപ്പെടുന്നു. ഇന്ത്യയുടെ ഫീൽഡിങ്ങിലെ മികവും ഇത്തവണ എടുത്തു പറയേണ്ടതാണ്. 1-2 ക്യാച്ചുകൾ പോയതൊഴിച്ചാൽ ഇന്ത്യ ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് പല സേവുകളും നടത്തിയത്. അത് തുടക്കത്തിലൊക്കെ തന്നെ വീണ്ടും ഹൈലൈറ്റ്സായി കാണിക്കും.
സംസാരിക്കുന്നുണ്ടായിരുന്നത്. ജമീമി അടക്കമുള്ള താരങ്ങൾ എത്ര കണ്ട് ചിയർ ചെയ്താണ് ആ ഗ്രൗണ്ടിൽ നിന്നതും ഇല്ലെങ്കിൽ അത്ര കണ്ട് പ്രഷർ എതിരാളികൾക്ക് കൊടുക്കുന്നതും കണ്ടോ. അതിൻ്റെ ഗുണം തന്നെയാണ് ഇന്ത്യൻ ടീമിന് ഉണ്ടായത്. ഓരോ ഘട്ടത്തിൽ തളർന്നു പോകുമ്പോൾ പോലും ഇന്ത്യൻ ടീം ഉദിച്ചുയർന്നു വന്ന കാഴ്ച കണ്ടതാണ്. ഒടുവിൽ കപ്പടിക്കുന്ന ഇന്ത്യൻ പെൺപുലികളെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ദീപ്തി ശർമ്മ ടൂർണമെൻറ്റിൻ്റെ താരമായി മാറുന്നു. ഷഫാലി വർമ്മ ഫൈനലിൻ്റെ താരമായി മാറുന്നു. ഇപ്പോൾ പ്രസൻറ്റേഷൻ സെറിമണി അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ലോറ സംസാരിക്കുകയാണ്, ദക്ഷിണാഫ്രിക്കയുടെ ക്യാപ്റ്റൻ. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ലോകകപ്പിൽ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരായി മാറുന്നതാണ്. ലോകകപ്പ് ചരിത്രത്തിൽ ഒരു എഡിഷനിൽ ഏറ്റവും കൂടുതൽ റൺ നേടിയ താരം എന്നുള്ള റെക്കോർഡാണ് ഇത്തവണ ലോറ സ്വന്തമാക്കിയത്. അവസാന 2 മത്സരങ്ങളിൽ അതും ഒരു റെക്കോർഡാണ്. സെമിയിലും ഫൈനലിലും സെഞ്ചുറി നേടുന്ന താരം. 500-ലധികം റൺസ് നേടി ആണ് ഇത്തവണ ലോറ ടൂർണമെൻറ്റിലെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമായി മാറിയത്. പക്ഷേ ടീമിനെ എന്താണോ ആവശ്യം, അല്ലെങ്കിൽ ടീം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എന്താണോ, കിരീടം എന്നത് നേടിക്കൊടുക്കാൻ ലോറയ്ക്കാകുന്നില്ല. തുടർച്ചയായ 2ാം ഫൈനൽ തോൽവി എന്നുള്ളത് ദക്ഷിണാഫ്രിക്കൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശയാണ്. കഴിഞ്ഞ 2020 ലോകകപ്പിൽ ന്യൂസിലാൻഡിനോട് വീഴുന്ന കാഴ്ച കണ്ടു. തൊട്ടു പിന്നാലെ ഇപ്പോൾ ഏകദിന ലോകകപ്പിലും വീഴുന്ന കാഴ്ചയാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക്. പക്ഷേ ദക്ഷിണാഫ്രിക്ക ഏറ്റവും മികച്ച രീതിയിൽ തന്നെയാണ് അവരുടെ ആദ്യ മത്സരത്തിൽ വെറും 69 റൺസിന് പുറത്തായ ശേഷം എത്ര ശക്തമായാണ് തിരിച്ചു വന്നത്. ഒടുവിൽ സെമിയിൽ മുൻ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിനെ അധികം തോൽപ്പിച്ച ഫൈനലിലേക്ക് വരുന്ന ദക്ഷിണാഫ്രിക്കയാണ് കണ്ടത്. പക്ഷേ ഇന്ത്യക്കെതിരെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ ജയിക്കാനാവുന്നില്ല. പ്രഷറിന് ഒരിക്കൽ കൂടി അടിമപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത്. ഇല്ലെങ്കിൽ അവർക്ക് എന്നും അവരെ വേട്ടയാടിയിട്ടുള്ള നിർഭാഗ്യം ഇത്തവണയുണ്ട്. ടോസിൻ്റെ രൂപത്തിൽ വലിയ ഭാഗ്യം കിട്ടിയെങ്കിൽ പോലും ഇത്തവണ അത് കിരീടത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. ലോറയുടെ ഒറ്റയാൾ പോരാട്ടം വെറുതെയാവുന്ന കാഴ്ചയാണ്. തസ്മീൻ ബ്രിറ്റ്സിൻ്റെ ആ റണ്ണൗട്ട് അത് ഒരുപക്ഷെ കളിയിൽ ഏറ്റവും നിർണായകമായി. കഴിഞ്ഞ തവണ ലീഗ് റൗണ്ടിൽ ഇന്ത്യക്കെതിരെ ഒറ്റയ്ക്ക് നിന്ന് ജയിപ്പിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ വലിയ പോരാട്ടം കാഴ്ചവെച്ച ഡിക്ലാർക്കിന് ഇത്തവണ തിളങ്ങാനായില്ല. ലൂസിന് തിളങ്ങാനാവുന്നില്ല. വമ്പനടികൾക്ക് പേരുകെട്ട പലർക്കും ഇത്തവണ വീണു പോകുന്ന കാഴ്ച കണ്ടു. ഇന്ത്യ എന്താണോ അവരുടെ പ്ലാനുകൾ കൃത്യമായി നടപ്പാക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ദീപ്തി ശർമ്മയുടെ കാര്യത്തിൽ സജന പറഞ്ഞതുപോലെ തന്നെ ഒരു 10 ഓവർ പൂർത്തിയാക്കുമോ എന്ന കാര്യത്തിൽ സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 10 ഓവറും എറിഞ്ഞു തീർത്ത് അവസാന ഓവറിലേക്ക് വരുന്നു. അവിടെ 5 വിക്കറ്റ് വീഴ്ത്തുന്ന കാഴ്ച കണ്ടു. തൻ്റെ കയ്യിൽ നിന്ന് ഒരു ക്യാച്ച് ഡ്രോപ്പ് ആയപ്പോൾ അതിന് ഒരുപക്ഷെ കപ്പിൻ്റെ വിലയുണ്ട് എന്ന് മനസ്സിലാക്കി ദീപ്തി പിന്നാലെ വന്ന് എടുത്ത ആ ഓവറിൽ തന്നെ വിക്കറ്റ് വീഴ്ത്തി അതിന് പരിഹാരം കാണുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ദീപ്തിയെ സംബന്ധിച്ചിടത്തോളം ടൂർണമെന്റിന്റെ താരമായാണ് മടങ്ങുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.